കൂടുതൽ ലാൻഡ് വേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. 7 സെന്റ് 2020 സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എരുവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഭംഗിയുള്ള നല്ല ലാൻഡ് സ്പേഷ്യസ് ആയി ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വില്ല പ്രൊജക്ടിന്റെ കൂടെയാണ് ഈ കാണുന്ന വീടും വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ വീതിയുള്ള വഴി തന്നെയാണ്. വീടിന്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് നിങ്ങൾ നോക്കിക്കോളൂ. അതിൽ സിമ്പിൾ ആയ ഡിസൈനിൽ കൊടുത്തിട്ട് നമുക്ക് ഗേറ്റ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വലിയൊരു മുറ്റം തന്നെ കിട്ടുന്നുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്താൽ കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു മുറ്റത്ത് നിങ്ങൾക്ക് 3-4 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 7 സെന്റ് സ്ഥലത്ത് 2020 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ബാക്കി അത് കൂടാതെ സ്ട്രേറ്റ് ഒരു 3 കാറുകൾക്ക് കൂടി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇനിയും കിട്ടുന്നുണ്ട്. കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ വെൽ അവിടെയാണ് വരുന്നത്. നിങ്ങൾക്ക് കിണർ കാണാവുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇനി നിങ്ങളൊന്ന് വീട് കണ്ടോളൂ. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഒന്നൊന്നര വീട് തന്നെയാണ് നമുക്ക് പറയാം. എലിവേഷൻ ഒക്കെ നോക്കിയാൽ വളരെ സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ആയിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു എ ഷേപ്പ് ആണെങ്കിൽ പോലും ബോക്സി ഷേപ്പിലാണ് വീട് ഇരിക്കുന്നത്. പില്ലറുകൾക്കൊക്കെ ഭംഗിയായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയുടെ പോർഷനിൽ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും സിലിണ്ടറിക്കൽ ലൈറ്റുകളും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. കിണർ നല്ലൊരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ടാണ് മുകളിലേക്ക് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലാന്റ് ബോക്സിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഫ്ലോർ കംപ്ലീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചണിന്റെ ആ ഒരു പോർഷനൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വീടിന്റെ ബാക്ക് സൈഡിലും ഏരിയ സ്പേഷ്യസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ഏകദേശം വീടിന്റെ കംപ്ലീറ്റ് ഭാഗത്തോളം ഇതുപോലെ ടൈല് വിരിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം നമുക്ക് മണ്ണായിട്ടും കിട്ടുന്നുണ്ട്. ചെടികൾ നമുക്ക് നല്ലൊരു കറിവേപ്പ് ഒരു തെങ്ങ് വരെയൊക്കെ വെക്കാനുള്ള നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് കിട്ടുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാനുള്ള നല്ലൊരു സ്പേസും വീടിന് ചുറ്റിനും കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ഥലം നിങ്ങൾ കേട്ടിരുന്നു. എറണാകുളം ജില്ലയിൽ നമുക്ക് തൃപ്പൂണിത്തുറയ്ക്കൊക്കെ അടുത്ത് ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചോറ്റാനിക്കരയിൽ തന്നെ എരുവേലി എന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എരുവേലി ജംഗ്ഷനിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 600 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ചോറ്റാനിക്കര ടെമ്പിളിലേക്ക് ഇവിടെ നിന്ന് വെറും 1.6 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ 7.8 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ്. വൈറ്റില ഭാഗത്തേക്ക് 11, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 16 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 37 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ വൈഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്. നമുക്കൊരു 4 ചെയറുകൾ വരെ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ കാണുന്ന വുഡുകളെല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം. ഭംഗിയുള്ള ഒറ്റപ്പാളിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് നല്ല സ്പേഷ്യസ് ആണ്. 14.5-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിൽ വിൻഡോസ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻസ് ആണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് സിമ്പിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ചുറ്റിനും നോക്കുവാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കിയാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡിൽ നല്ലൊരു ഡിസൈനിലാണ് ടൈല് വരുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വുഡൻ ആയിട്ടൊരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായി വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ നിൽക്കുന്ന സമയത്ത് നേരെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കൈ വിസിബിൾ ആണ്. ഗ്ലാസ് ഇട്ടതിന് ശേഷം അവിടെ നമുക്കൊരു അയൺ ബാർ കൂടി കൊടുത്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് ഈ ഒരു സ്പേസിലായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വാഷ് ബേസിനും ബാത്റൂം ഫിറ്റിംഗ്സ് അങ്ങനെയുള്ള ചെറിയ വർക്കുകളും കൂടെ മാത്രമാണ് ഇവിടെ ഫിനിഷ് ചെയ്യാനുള്ളത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്.
16-10 ഫീറ്റ് ആണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്. സ്ട്രെയിറ്റ് വിൻഡോസ് വരുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻട്രി ചെയ്തിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു മിറർ ആ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലും ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് താഴെ കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഓപ്പൺ ഷെൽഫുകളൊക്കെ കൊടുത്ത് നല്ലൊരു ആംബിയൻസ് ആണ് ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അതിന് പാരലായിട്ട് തന്നെ വലിയൊരു ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ്. അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ആ ഒരു മിററിലൊക്കെ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഫീൽ ചെയ്യുന്നത്. രണ്ട് സൈഡിലായിട്ട് ഭംഗിയുള്ള രണ്ട് പെയിന്റിങ്സ് കൊടുത്തിട്ടുണ്ട്. റൂഫ് ഒക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ചെറിയ LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ലിവിംഗ് സ്പേസിൽ നിന്ന് വന്നു ഡൈനിങ്ങിന്റെ ഈ ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13.5-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള വോൾ നോക്കിക്കോളൂ. ഒരു ഔട്ട് ഫ്രെയിം ഒക്കെ, വുഡൻ ഔട്ട് ഫ്രെയിം ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഒരു വാൾ പേപ്പർ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു പെയിന്റിങ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. എല്ലാം തന്നെ ബ്ലൈൻഡ്സ് ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ടേബിൾ ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് നല്ലൊരു ഡിസൈനിലും കളർ കോമ്പിനേഷനിലുമാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു പോർഷനിൽ മാത്രം ഡബിൾ ലൈൻ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറ് ഇങ്ങനെ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് കളറുകളായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരുന്നതേ ഉള്ളൂ. അത് മാത്രമാണ് ഇനി പെയിന്റിംഗ് ഉള്ളത്. നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കൂടി കിട്ടുന്നുണ്ട്. ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് നമുക്കിനി കിച്ചണിലേക്ക് ഒന്ന് പോകാം. ഈ ഒരു ഭാഗത്തായിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിച്ചണ് നല്ലൊരു ഡോർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. വലിയൊരു കിച്ചൺ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഗ്രേ കളറിലെ ടെക്സ്ചർ വർക്ക് ഡിസൈനോട് കൂടിയ ടൈലാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കിക്കോളൂ. ഇടയ്ക്കൊക്കെ ഗ്ലാസ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുകളിലും താഴെയും 2 ലെയറിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാബിനറ്റ്സ് കിട്ടുന്നുണ്ട്. വിൻഡോസ് സ്ട്രൈറ്റ് നോക്കുമ്പോൾ കാണാം അവിടെയും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ആ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. റൈറ്റ് സൈഡിലായിട്ടാണ് സിങ്ക് വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നേരെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും നല്ല സ്പേസ് ഉണ്ട്. ഫ്രിഡ്ജ് ഒക്കെ വെച്ചാൽ പോലും നമുക്ക് വീണ്ടും ബാക്കി നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തുകൂടി ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഒരു എൽ ഷേപ്പിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 14-10.5 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ്. നിങ്ങൾ സ്ട്രേറ്റ് വരുമ്പോൾ കാണുന്ന വാളിലും ഇതുപോലെ ഭംഗിയുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ട് അവിടെയും നല്ലൊരു പെയിന്റിങ്ങും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നത്. അതും ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വിൻഡോസും ഇവിടെ ബ്ലൈൻഡ്സ് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും ഇവിടെയാണ്. അതിനോട് ചേർന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു പ്ലേസ് പോലും വെറുതെ വിടാതെ ഭംഗിയായിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെങ്കിലും ഒരു പോർഷനിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ബാത്റൂം ഫിറ്റിംഗ്സ് മാത്രമാണ് ഇവിടെ ഇനി ചെയ്യാനുള്ളത്. ഭംഗിയായിട്ടൊരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോർ എത്തി നിൽക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാള് കിട്ടുന്നുണ്ട്. ഇത് അപ്പർ ലിവിംഗ് അല്ലാട്ടോ, നമുക്ക് സെപ്പറേറ്റ് വേറെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം ആണ് വരുന്നത്. 14-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. സ്ട്രൈറ്റ് നോക്കുമ്പോൾ വിൻഡോസും രണ്ട് സൈഡിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് പെയിന്റിംഗ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ബാക്കിയുള്ള വിൻഡോസ് വരുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ലൈനിൽ തന്നെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയായിട്ട് ബ്രൗൺ കളറിലെ ഗ്ലോസി ഡിസൈനോട് കൂടിയ ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് പെൻഡിംഗ് ആണ്. സ്പേഷ്യസ് ആണ് ബാത്റൂം. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വളരെ സ്പേഷ്യസ് ആണ് ഈ ഏരിയ വരുന്നത്. നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് പോകാവുന്ന രീതിയിലാണ് റൂഫിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. 13.5-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കോളൂ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്.
റൂഫ് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ വോളിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് വുഡൻ ഔട്ട് ഫ്രെയിം ആണ്, പെയിന്റിങ്ങും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു സേഫ് ആയിട്ടൊരു ഗ്ലാസ് ഇട്ട ഡോറും അതിനകത്ത് ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് ആ ഒരു അയൺ ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിലും ടഫിന്റെ ഗ്ലാസും ഒക്കെ കൊടുത്താണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഡാർക്ക് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്നപ്പോൾ ഇവിടെ നിങ്ങളൊരു ഹാള് കണ്ടു. ഇത് കൂടാതെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കാണുന്ന വലിയ ഏരിയ നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു വോളിലാണ് ടി വി വെക്കാനായിട്ടുള്ള പവർ പ്ലഗും കേബിൾ ഇടാനുള്ള ലൈൻസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. റൂഫില് ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ നല്ലൊരു ഓർഡറിൽ ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ നേരെ ബാൽക്കണിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ട് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലാണ്. ചോറ്റാനിക്കര എരുവേലി എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നത്. എരുവേലി ജംഗ്ഷനിൽ നിന്നും ബസ് റോഡിൽ നിന്നൊക്കെ വെറും 600 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരുപാട് വില്ലകളുടെ കൂടെ തന്നെയാണ് ഈ ഒരു വീടും വരുന്നത്. 7 സെന്റ് സ്ഥലമുണ്ടെന്നാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2020 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ 4 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസും വലിയൊരു കിണറും കിട്ടുന്നുണ്ട്. 7 സെന്റ് ഓഫ് ലാൻഡിൽ 2020 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് അത് നേരിട്ട് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സ്റ്റാൻഡേർഡ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് എല്ലാ ഐറ്റംസും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയണ്ടേ? 97 ലക്ഷം രൂപയാണ്. 97 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് വളരെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. ഇത്രയും സെന്റ് ലാൻഡ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത് വളരെ ലക്കാണ്. ചോറ്റാനിക്കര ടെമ്പിൾ ഇവിടെ നിന്ന് വെറും 1.7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇങ്ങനെയുള്ള വീടുകൾ വളരെ പെട്ടെന്ന് സെയിലാകും. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകണ്ട. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിലും ഈ വീട് ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി തരുന്നതാണ്. എത്രയും പെട്ടെന്ന് വിളിക്കുക. ഞങ്ങൾ നമ്പറുകളിൽ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തില്ല എങ്കിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ റിപ്ലൈ ചെയ്തോളാം. അപ്പൊ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണണ്ടേ? അതുവരേക്കും എല്ലാവർക്കും ബൈ.